السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله الذي بنعمته تتم الصالحات، الذي جعل الأرض قرارا وأحاط بسبع سماوات، جعل فيها أنهارا وفجاجا وجبالا راسيات، أخرج منها نبات كل شيء وقدر فيها الأقوات. نحمده تبارك وتعالى حمدا يليق بجلال الذات وكمال الصفات، والصلاة والسلام على سيدنا محمد الصادق الأمين، أخرجنا من ظلمات الجهل والوهم إلى أنوار المعرفة والعلم، ومن حول الشهوات إلى جنات القربات. اللهم صل على سيدنا محمد وعلى آل محمد الذي أرسل بالهدى ودين الحق داعيا إلى الله بإذنه وسراجا منيرا، فبلغ الرسالة وأدى الأمانة ونصح الأمة وكشف الله به الأمة. اللهم صل وسلم وبارك عليه. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد أنزلنا إليكم كتابا فيه ذكركم أفلا تعقلون. صدق الله العلي العظيم. വേദിയിൽ ഉപവിഷ്ടരായ ഈ പുണ്യസംഗമത്തിന് അധ്യക്ഷം വഹിക്കുന്ന ബഹുമാന്യനായ യൂസുഫ് സാഹിബ്, ഇന്ന് നമ്മോട് സംസാരിക്കുന്ന പ്രിയങ്കരനായ സുഹൃത്ത് AT ഷറഫുദ്ദീൻ സാഹിബ്, എൻ്റെ ക്ലാസ്മേറ്റും സുഹൃത്തുമായ സക്കരിയ, മറ്റു വേദിയിലുള്ള പ്രിയപ്പെട്ട നേതാക്കളെ, സദസ്സിലുള്ള സഹോദരി സഹോദരന്മാരെ, കാരുണ്യക്കടലായ തമ്പുരാൻ നമ്മുടെ ഈ ഒരുമിച്ചുകൂടൽ അവന്റെ അനുഗ്രഹീതരായ മുഖറബീങ്ങളായ മലായിക്കത്തുകളുടെ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കി തീർക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നാം ദിവസങ്ങളായി കാത്തിരുന്ന് പ്രാർത്ഥിച്ച പരിശുദ്ധ റമദാൻ, അത് നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങാതെ യാത്രയായിക്കൊണ്ടിരിക്കുകയാണ് അതിവേഗം. അങ്ങനെ സുർഅത്തുദ്ദൗ എന്നാണ്, അല്ലയ്യാമു തസീറു ബിസുർഅത്തിദ്ദൗ, പ്രകാശവേഗതയിൽ നമ്മിൽ നിന്ന് യാത്രയായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പ്രതീക്ഷകളുണ്ടായി, നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായി, ധാരാളം തീരുമാനങ്ങളുണ്ടായി. വളരെ ആനന്ദത്തോടെ സന്തോഷത്തോടെ ഷഹറുൽ മുബാറക്കുൻ, അനുഗ്രഹത്തിന്റെ മാസം, നിങ്ങളിതാ ഒരു പുണ്യമാസത്തിന്റെ ശീതളഛായയിൽ, അതിലൊരു 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള ഒരു രാത്രി, നിങ്ങൾക്ക് മഗ്ഫിറത്ത് ലഭ്യമാകുന്ന, സ്വർഗകവാടങ്ങളെ തുറന്നിട്ടുകൊണ്ട് പടച്ചതമ്പുരാന്റെ മാലാഖമാർ നിങ്ങളെ മാടി വിളിക്കുന്ന, നരകത്തിന്റെ കവാടങ്ങൾ മുഴുവൻ കൊട്ടിയടക്കുന്ന, നിങ്ങളുടെ വാക്കുകൾക്ക്, പ്രവർത്തനങ്ങൾക്ക്, സൽപ്രവർത്തനങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം ലഭിക്കുന്ന, അങ്ങനെ തുടങ്ങി ധാരാളം പുണ്യങ്ങൾ നൽകിയ റമദാനിന്റെ ആദ്യപാദം നമ്മിൽ നിന്ന് കഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ ഒന്നൊരൽപ്പം ആലോചിക്കണം, എത്രയാണ് എനിക്കത് ഗുണം ചെയ്തത്. എന്റെ ജീവിതത്തിൽ ഒരുപാട് റമദാനുകൾ കടന്നുപോയിട്ടുണ്ട്. ആ റമദാനുകളിൽ ഏതായിരുന്നു ബെസ്റ്റ് റമദാൻ? ഈ റമദാൻ ആ വിധാനത്തിലേക്ക് ഉയർന്നു വന്നിട്ടുണ്ടോ? എനിക്ക് മഗ്ഫിറത്ത് ലഭ്യമായിട്ടുണ്ടോ? സ്വർഗത്തിലേക്ക് ഞാൻ ഓടിയെടുത്തിട്ടുണ്ടോ? തുടങ്ങിയ ധാരാളം ചിന്തകളും ആലോചനകളുമായി ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് അതിനെ ഉപയുക്തമാക്കാൻ സാധിക്കേണ്ടതുണ്ട് എന്നതാണ് ആമുഖമായി എനിക്കെന്റെ സഹോദരി സഹോദരങ്ങളോടൊപ്പം ഓർക്കാനുള്ളത്. പടച്ചറബ് ഈ പുണ്യ റമദാനിൽ മഗ്ഫിറത്ത് ലഭ്യമായ റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് എത്തിപ്പെടുന്ന അവന്റെ വിജയികളായ അടിയാറുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാന്റെ മാഇദത്തു റമദാൻ എന്ന് പറഞ്ഞുകൊണ്ട് റമദാനിന്റെ എന്തൊക്കെയാണ് വിഭവങ്ങൾ, തീന്മേശയിലെ വിഭവങ്ങളും അതുപോലെ തന്നെ ആത്മീയ വിഭവങ്ങളും ഒക്കെ നമുക്കറിയാം. അതിൽ പ്രധാനപ്പെട്ട നോമ്പ് നമ്മൾ അനുഷ്ഠിക്കുന്നുണ്ട്, അതിൽ നമസ്കാരമുണ്ട്, അതിൽ റവാത്തിബ് സുന്നത്തുകളുണ്ട്, അതിൽ അദ്കാറുകളുണ്ട്,
അതിൽ നോമ്പുകാരന് നോമ്പ് തുറപ്പിക്കലുണ്ട്, അതിൽ സകാത്തുണ്ട്, സദഖാത്തുകളുണ്ട്, കുടുംബ ബന്ധങ്ങളെ ചേർക്കലുണ്ട്. അങ്ങനെ ധാരാളം വിഭവങ്ങളിൽ അതിപ്രധാനപ്പെട്ട വിഭവമാണ്, അല്ലെങ്കിൽ അതിന്റെ കേന്ദ്ര വിഭവമാണ് പരിശുദ്ധ ഖുർആൻ എന്നുള്ളത്. എന്നെ ഞാനാക്കുന്ന, അല്ലെങ്കിൽ അൽ ബഖറയിൽ നിന്ന് തുടങ്ങി അന്നാസിൽ അവസാനിക്കുമ്പോൾ എന്റെ ജീവിതത്തിലെ ആ എന്തെങ്കിലുമൊക്കെ മൃഗീയതകളുണ്ട് എങ്കിൽ ആ മൃഗീയതകളിൽ നിന്ന് എന്നെ മോചിപ്പിച്ച് എന്നെ മാനവികതയിലേക്ക്, മനുഷ്യത്വത്തിലേക്ക് കൈപ്പിടിച്ചേക്കുന്ന ഈ മഹാഗ്രന്ഥം, ആ ഗ്രന്ഥത്തെ ആണ് ഇന്ന് നമ്മളിവിടെ ഓർക്കുന്നത്, അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. ഇതിന്റെ തലക്കെട്ട് ഖുർആൻ എന്ന വിസ്മയമാണ്. എന്താണ് ഖുർആൻ സമ്മേളനത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ എന്ത് വിഷയമാണ്, ഏത് വിഷയമാണ് സംസാരിക്കേണ്ടത് എന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ആശങ്കയുണ്ടാക്കുന്ന വിഷയമാണ്. പ്രത്യേകിച്ച് പരിശുദ്ധ ഖുർആനിന്റെ പ്രബോധകരായി 10,000-ങ്ങളെ പ്രസവിച്ച് പാലുകൂട്ടി വളർത്തി അതിന്റെ വ്യത്യസ്തങ്ങളായ മേഖലകളിലേക്ക് പറഞ്ഞുവിട്ട ഒരു പുണ്യ സ്ഥലത്ത് നിന്നുകൊണ്ട് എന്താണ് സംസാരിക്കേണ്ടത് എന്ന് എന്നെ തീർച്ചയായും ആശങ്കപ്പെടുത്തുന്നുണ്ട്. സദസ്സും സ്ഥലവും എന്ന് ആദ്യമായി ഞാൻ അങ്ങോട്ട് പങ്കുവയ്ക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരാഘോഷമാണ്, ഇതൊരു വാർഷിക ആഘോഷമാണ്. ആ വാർഷിക ആഘോഷം പരിശുദ്ധ ഖുർആനിന്റെ പേരിലാണ്. നമ്മുടെ സ്വപ്നം എന്നുള്ളത് പടച്ചതമ്പുരാന്റെ കുടുംബക്കാരാവുക എന്നതാണ്. അഹ്ലീൻ, അല്ലാഹുവിന്റെ കുടുംബക്കാർ, അഹ്ലുല്ലാഹി വഖാസതുഹു, പടച്ചതമ്പുരാന്റെ പ്രത്യേകക്കാരായ കുടുംബക്കാർ. അങ്ങനെ അല്ലാഹുവിന്റെ കുടുംബക്കാരാകാൻ എനിക്ക് പരിശുദ്ധ ഖുർആനാണ് വേണ്ടതെങ്കിൽ ആ പരിശുദ്ധ ഖുർആനിന്റെ അഡ്രസ്സിൽ, അതിന്റെ കീഴെ, അതിന്റെ ചാരെ, അതിന്റെ ശീതളച്ചായിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ തീർച്ചയായും നാം അടിയുറച്ച് വിശ്വസിക്കുന്നു ഏറ്റവും നല്ല സദസ്സാണ് ഈ സദസ്സ് എന്നുള്ളത്. ആ സദസ്സുകളിൽ ഖുർആൻ പഠിക്കാൻ, കേൾക്കാൻ, പാരായണം ചെയ്യാൻ ഒരുമിച്ച് കൂടിയവരിലേക്ക് പടച്ചതമ്പുരാന്റെ മുഖറബീങ്ങളായ മലായികത്തുകളുടെ സാന്നിധ്യമുണ്ടാകുമെന്നും അവരുടെ കാരുണ്യം, അവരുടെ റഹ്മത്ത് വർഷിക്കുമെന്നും, അല്ലാഹുവിന്റെ റഹ്മത്ത് വർഷിക്കുമെന്നും, അതിനപ്പുറത്ത് അല്ലാഹു അവന്റെ അടുത്ത് ഉള്ളവരോട് ഈ സദസ്സിനെ കുറിച്ച് സംസാരിക്കുമെന്നും നാം അടിയുറച്ച് വിശ്വസിക്കുന്നു. പടച്ചവൻ ഓർക്കുന്ന ഒരു സദസ്സായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇത് റബ്ബാനിയായ ഒരു സദസ്സാണ്. ഇത് ഒരു ആഘോഷത്തിന്റെ പ്രകടനമാണ്. അതെ, നമ്മൾ ഒരുമിച്ച് കൂടിയത്, നമ്മൾ നോമ്പനുഷ്ഠിക്കുന്നത് എന്തിനു വേണ്ടി എന്ന ചോദ്യം, അല്ലാഹുവേ, പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് നിനക്ക് ഞാൻ നോമ്പനുഷ്ഠിക്കുന്നു. ആ നോമ്പനുഷ്ഠിക്കുന്നത് എന്തിനു വേണ്ടി? പടച്ചവനെ, നീ എനിക്ക് സന്മാർഗം നൽകിയതുകൊണ്ട്, നീ എനിക്ക് ഹിദായത്ത് നൽകിയതുകൊണ്ട്, ആ ഹിദായത്തിന് നന്ദി രേഖപ്പെടുത്താൻ, നിന്നെ തക്ബീർ ചെയ്യാൻ, നിന്റെ മഹത്വത്തെ വാഴ്ത്താനാണ് ഞങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നത് എങ്കിൽ ഞാൻ എന്നോട് ചോദിക്കുന്നു, ഒരു മാസം പട്ടിണി കിടന്ന് പടച്ചതമ്പുരാന് തക്ബീറും അവന് ശുക്റും അർപ്പിക്കാൻ പോന്ന മഹാ അനുഗ്രഹമാണ് ഈ പരിശുദ്ധ ഖുർആൻ എന്നെനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? ഞാൻ ആ ബോധ്യത്തിൽ നിന്നാണോ ഈ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു ആലോചനയുണ്ട്. അല്ലാഹു നമ്മെ നന്നായി വിഷ് ചെയ്യുന്നുണ്ട്. കിതാബുൻ അൻസൽനാഹു മുബാറക് അല്ലേ, നമ്മൾ മബ്റൂഖ് എന്ന് പറയാറുണ്ട്, കൺഗ്രാജുലേഷൻ പറയാറുണ്ട്. പരിശുദ്ധ ഖുർആനിലെ 2-3 സ്ഥലങ്ങളിൽ കിതാബുൻ മുബാറക് എന്നാണ് അല്ലാഹു പറഞ്ഞത്. നിങ്ങൾക്ക് ബാവുകങ്ങൾ, ഇത് അനുഗ്രഹീതമായ ഒരു ഗ്രന്ഥം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ഈ ഗ്രന്ഥത്തിന്റെ ആളുകളായി നിങ്ങൾ മാറിയില്ലേ? മബ്റൂഖ് എന്നതാണ്. കിതാബുൻ മബ്റൂഖ്, ദിക്റുൻ മുബാറകുൻ, ഇത് അനുഗ്രഹീതമായ ഈ ഗ്രന്ഥം, പടച്ചതമ്പുരാന്റെ ഈ എല്ലാ നിലക്കുമുള്ള അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ ഖുർആനാകുന്ന അനുഗ്രഹത്തെ നിങ്ങൾ തിരിച്ചറിയുക. നമുക്ക് ഖുർആൻ ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ അതിലേത് വിഷയം, നമ്മൾ ഇസ്ലാമിക സമൂഹം മൊത്തത്തിൽ പരിശുദ്ധ ഖുർആനെ കണ്ടത് ഇതൊരു പുണ്യം ലഭിക്കുന്ന ഗ്രന്ഥമാണ് എന്നതാണ്. ഇത് പാരായണം ചെയ്ത് പുണ്യം നേടാനുള്ള ഗ്രന്ഥമാണ് എന്നതാണ്. തീർച്ചയായും ഇത് പാരായണം ചെയ്യുന്നത്, ഇതിലേക്ക് നോക്കിയിരിക്കുന്നത്, ഇതിനെ സ്നേഹിക്കുന്നത്, ഇതിനെ അറിയുന്നത് എല്ലാം പുണ്യകർമ്മമാണ്. അത് 1-നും 10 ഇരട്ടിയായി, അല്ലെങ്കിൽ 700 ഇരട്ടിയായി പരിശുദ്ധ ഖുർആനിലുള്ള 3 ലക്ഷത്തിലധികം ഹർഫുകളെ, അതുപോലെ തന്നെ 80,000-ഓളം വരുന്ന വാക്കുകളെ, കെലിമാത്തുകളെ എല്ലാം നിങ്ങൾ പാരായണം ചെയ്യുമ്പോൾ നിങ്ങളുടെ തന്മയുടെ പുസ്തകങ്ങളിൽ അത് ഇരട്ടിക്കിരട്ടിയായി പ്രതിഫലം ലഭ്യമാകും എന്നതിൽ സത്യമല്ല, സത്യമാണ്. നമ്മളൊക്കെ 1, 2, 3 പ്രാവശ്യം പരിശുദ്ധ ഖുർആൻ റമദാനിൽ ഇങ്ങനെ ഓതി തീർക്കുന്നവരാണ്, ഖത്തം തീർക്കുന്നവരാണ്, ഖത്തം ചെയ്യുന്നവരാണ്.
അതിന് പുണ്യമുണ്ട്. ഞാൻ പറയുന്ന ഒരു പ്രഭാഷകനായി ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ വേണമെങ്കിൽ എനിക്ക് ലഭിച്ച ഈ സന്ദർഭം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്താൽ നിങ്ങൾക്കുള്ള മേന്മകളെ, പുണ്യങ്ങളെ കുറിച്ച് നമുക്ക് വേണമെങ്കിൽ സംസാരിക്കാം. അത് ധാരാളമായി നമുക്ക് ലഭ്യമാവുകയും ചെയ്യും. ഇനി അതല്ല, വേറെ മാറ്റി വെച്ചിട്ട് നമ്മൾ എന്ത് സംസാരിക്കണം എന്ന് പറയുമ്പോൾ ആലോചിക്കുമ്പോൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉമ്മിയായ പ്രവാചകൻ, അതാണ് ഖുർആന്റെ പ്രത്യേകത. വായിക്കാനറിയാത്ത പ്രവാചകൻ വായിച്ചു തന്ന ഗ്രന്ഥം എന്നതാണ്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉമ്മയായ എന്റെ പ്രവാചകൻ, ഉമ്മി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രവാചകന്റെ മേന്മകളെ തന്നെ എടുത്തു പറഞ്ഞപ്പോ അന്നബിയിൽ ഉമ്മി, അറിയാത്ത, വായിക്കാനും എഴുതാനും അറിയാത്ത ആ പ്രവാചകൻ. പക്ഷേ ആ പ്രവാചകനേക്ക് പറഞ്ഞു തന്നത്, ആ പ്രവാചകൻ എനിക്ക് ഓതിക്കേൽപ്പിച്ചത്, അത് ഇന്ന് ഈ പോസ്റ്റ് മോഡേൺ കാലഘട്ടത്തിൽ, ഉത്തരാധുനിക കാലഘട്ടത്തിലെ വലിയ വിസ്മയങ്ങളെ, മഹാവിസ്മയങ്ങളെ അതിജയിക്കുന്ന ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ജമാലിയത്തിന്റെ അതിന്റെ സൗന്ദര്യ മേഖലകളും അതിന്റെ ഗാംഭീര്യ മേഖലകളെയും നിറഞ്ഞു നിന്നുകൊണ്ട് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന മഹാവിസ്മയങ്ങളെ കുറിച്ച് എനിക്ക് വേണമെങ്കിൽ എനിക്ക് ലഭ്യമായ സംസാരം ചെയ്തുകൊണ്ട് പറഞ്ഞുകൊണ്ട് തീർക്കാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളിലേക്ക് നോക്കുമ്പോൾ ഒരു സോഷ്യൽ ബീയിങ് എന്നുള്ള നിലക്ക്, മനുഷ്യനൊരു സാമൂഹിക ജീവി എന്നുള്ള നിലക്ക് സാമൂഹിക വശങ്ങളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ കൈകാര്യം ചെയ്ത മേഖലകളെ എനിക്കിവിടെ വിവരിക്കാൻ സാധിക്കും. മനുഷ്യന്റെ ഉത്ഥാന പതനങ്ങളെ കുറിച്ച്, മനുഷ്യന്റെ ചരിത്രങ്ങളെ കുറിച്ച് ഖുർആൻ പറഞ്ഞു തന്ന ആ മേഖലകളെ, ചരിത്രങ്ങളെ കഥകളായി പറഞ്ഞു തരാൻ ഒരുപക്ഷെ എനിക്ക് സാധിക്കും. അല്ലെങ്കിൽ ജീവസുറ്റ മേഖലകളെ, ഖുർആൻ കൈകാര്യം ചെയ്ത രാഷ്ട്രീയാധ്യാപനങ്ങളെ, ഖുർആൻ ലോകത്തിന് സമർപ്പിക്കുന്ന പൊളിറ്റിക്കൽ മാനിഫെസ്റ്റോയെ എനിക്ക് വേണമെങ്കിൽ കുറച്ചു നേരം നിന്നുകൊണ്ട് ഇവിടെ സംസാരിക്കാൻ സാധിക്കും. ഏറ്റവും ചുരുങ്ങി ഒറ്റവാക്കിൽ എല്ലാ മേഖലകളിലും ഏറ്റവും ചുവമായതിലേക്ക് നിങ്ങൾ വഴി നടത്തുന്ന പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ സാധിക്കും. ഇനിയും നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു മാസം നോമ്പനുഷ്ഠിച്ചുകൊണ്ട് പടച്ചതമ്പുരാന് നന്ദി രേഖപ്പെടുത്തുന്ന ഈ ഗ്രന്ഥം കൈകാര്യം ചെയ്യുന്ന വിഷയവൈവിധ്യങ്ങളെ കുറിച്ച് നമുക്ക് ആലോചിക്കാം. ക്രിയേഷൻ ഓഫ് യൂണിവേഴ്സ്, ഈ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി മുതൽ ആരംഭിച്ച് മനുഷ്യന്റെ അനാട്ടമിയിലൂടെ കടന്നുപോയി ഭ്രൂണശാസ്ത്രത്തിന്റെ വ്യത്യസ്തങ്ങളായ മേഖലകളെ നമുക്ക് പറഞ്ഞു തന്നു. ഈ തേനീച്ചയുടെ സാമ്രാജ്യത്തെ കുറിച്ച് സൂചന നൽകി. ബോട്ടണിയും ബയോളജിയും ഓഷ്യനോളജിയും നമ്മെ സമർപ്പിച്ചിട്ട് ഇങ്ങനെ നീണ്ടുകിടക്കുന്ന ഖുർആൻ കൈകാര്യം ചെയ്യുന്ന വിഷയവൈവിധ്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഈ പ്രഭാഷണത്തിന്റെ വിഷയമാക്കി മാറ്റാം. വലൗ അന്നമാ ഫിൽ അർളി മിൻ ഷജറത്തിൻ അഖ്ലാം, ഈ പ്രപഞ്ചത്തിലുള്ള വൃക്ഷങ്ങളൊക്കെയും പേനയായും കടൽ മഷിയായും അതിനപ്പുറത്ത് മറ്റൊരു കടലിനെ സഹായത്തിന് വിളിച്ചുകൊണ്ട് എഴുതി തീർത്താലും മാനഫിദത്ത് കലിമാത്തുല്ലാഹ്, അല്ലാഹുവിന്റെ വാക്കുകളെ തീർന്നു പോകില്ല എന്നുള്ളതാണ്. അപ്പോ എന്താണ് നമ്മൾ സംസാരിക്കേണ്ടത്? ലഭ്യമായ സമയത്ത് എവിടെയാണോ എത്തുന്നത് അവിടെ വെച്ചുകൊണ്ട് നമുക്ക് അവസാനിക്കാം. അല്ലാഹു പ്രഖ്യാപിക്കുന്നുണ്ട് അർ-റഹ്മാൻ, അല്ലാഹു കാരുണ്യവാനാണ്. പടച്ചതമ്പുരാൻ കാരുണ്യവാനാണ്. കാരുണ്യമാണ് അള്ളാഹുവിന്റെ വിശേഷണങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് നമുക്കറിയാം. അള്ളാഹു അതിന് തെളിവ് പറയാം. ഞാൻ കാരുണ്യവാനാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ നിദർശനം എന്തെന്നറിയുമോ? അല്ലമൽ ഖുർആൻ, നിങ്ങൾക്ക് ഞാൻ ഖുർആൻ പഠിപ്പിച്ചില്ലേ? അള്ളാഹു കാരുണ്യവാനാണ് എന്നുള്ളതിന് നിങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചു. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു. നിങ്ങളുടെ നാളെകളെ കുറിച്ച് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിച്ചു. ഐഹിക ജീവിതത്തിന്റെ നശ്വരതകളെ നിങ്ങൾക്ക് അറിയിച്ചു തന്നു. നിനക്ക് ജനനത്തിന് മുമ്പുള്ള അവസ്ഥകളെ കുറിച്ച് നിന്റെ ബോധമണ്ഡലങ്ങളെ ഞാൻ തട്ടിയുണർത്തി. നിന്റെ ഗർഭാവസ്ഥയെ കുറിച്ച് നിന്നെ ഞാൻ ഓർമ്മിപ്പിച്ചു. നിന്റെ ജനനത്തിന് ശേഷം നിന്റെ ഇൻഫാൻസിയും നിന്റെ ചൈൽഡ്ഹുഡും നിന്റെ അഡൽട്ട്ഹുഡും നിന്റെ വാർദ്ധക്യവും നിന്റെ മരണവും നിന്റെ മരണാനന്തര ജീവിതവും എല്ലാം നിനക്ക് ഞാൻ പറഞ്ഞു തന്ന അതിലേറ്റവും നല്ല മാർഗത്തിലേക്ക് നിന്നെ കൈപിടിച്ച് നയിക്കാവുന്ന അല്ലമൽ ഖുർആൻ, ഈ ഖുർആൻ നിനക്ക് പഠിപ്പിച്ചു തന്നതിനേക്കാൾ വലിയ കാരുണ്യം എന്തുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാൻ. അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ നിദർശനം ഇനി പടച്ചതമ്പുരാൻ സ്വന്തമായി ഹംദ് ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാ. നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ അല്ലാഹുവിനെ സ്തുതിക്കുക. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വന്തം സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്, തന്റെ ദാസന് ഈ ഗ്രന്ഥം എഴുതിയ തമ്പുരാനാകുന്നു സർവസ്തുതിയും. ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ച തമ്പുരാനെ അല്ലാഹു സ്തുതിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് നൽകിയ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും.
അത് വെച്ചുകൊണ്ടാണ് ഞാൻ എന്റെ ഈ വാക്കുകളെ ഞാൻ നിങ്ങളുമായി പങ്കുവെച്ച് ആലോചിക്കുന്നത്. അള്ളാഹു സ്വന്തം സ്തുതിച്ച തന്റെ കാരുണ്യത്തിന്റെ നിദർശനമായി നിങ്ങൾക്ക് നൽകിയ എന്ന് വേണ്ട നിങ്ങളെ അഭിവാദ്യം ചെയ്ത ഈ പരിശുദ്ധ ഖുർആനെ അതേ ഗൗരവത്തോടുകൂടി ഉൾക്കൊള്ളാൻ, അതെന്റെ ജീവിതത്തിലേക്ക് പകർത്താൻ, അതെന്റെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല ഒന്നായി എനിക്ക് സ്വീകരിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ എന്നതാണ്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എന്റെ പ്രവാചകൻ ഈ ലോകത്തുനിന്ന് യാത്രയായപ്പോ എന്നെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ നിങ്ങൾ അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിച്ച് ഇതിനോടൊപ്പം നിങ്ങൾ സഞ്ചരിക്കണം. നിങ്ങൾക്ക് വഴിപിഴക്കുണ്ടെങ്കിൽ എവിടെയൊക്കെ എന്തെല്ലാം വഴികേടുകൾ ഇവിടെയുണ്ടോ, എന്തെല്ലാം അന്ധകാരങ്ങൾ ഇവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ടോ, ആ അന്ധകാരത്തിലേക്ക് നോക്കിയിട്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഈ വാക്കുകൾ കൂടി നമ്മൾ ആലോചിച്ചു നോക്കുക. നിങ്ങൾ ഇത് മുറുകെ പിടിച്ചാൽ നിങ്ങൾ വഴിപിഴക്കില്ല. എന്തുകൊണ്ട് അന്ധകാരത്തിലേക്ക് നിങ്ങൾ പോയി എന്നുള്ളതിന്റെ ഉത്തരമാണ് അള്ളാഹുവിന്റെ പ്രവാചകനെ നമ്മൾ ധിക്കരിച്ചോ എന്റെ ജീവിതത്തിൽ എവിടെയെത്തി എന്ന് നമ്മൾ ആലോചിക്കണം. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖമറിൽ 4 പ്രാവശ്യം ആവർത്തിച്ചിട്ട് അല്ലാഹു നമ്മളോട് പറയുന്നുണ്ട്, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. ഈ പരിശുദ്ധ ഖുർആനിനെ നിങ്ങൾക്ക് നാം എളുപ്പമാക്കി തന്നിരിക്കുന്നു, യുസ്റാക്കി തന്നിരിക്കുന്നു. എന്തിനാണെന്നറിയുമോ? ലിദ്ദിക്ർ, നിങ്ങൾ ഓർക്കാൻ വേണ്ടി, നിങ്ങളതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ വേണ്ടി, നിങ്ങളതിനെ ജീവിതത്തിലേക്ക് പകർത്താൻ വേണ്ടി. ആ 4 സന്ദർഭങ്ങൾ നമ്മൾ നോക്കിയാൽ ഈ ലോകത്ത് കടന്നുപോയിട്ടുള്ള അജാനുബാഹുക്കളായ വ്യത്യസ്തങ്ങളായ ആദിന്റെ, സമൂദിന്റെ വ്യത്യസ്തങ്ങളായ ധിക്കാരി വിഭാഗത്തിന്റെ പതനത്തെ ഓർമ്മിപ്പിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുകയാണ്, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. ഈ ഖുർആനെ നിങ്ങൾക്ക് ഞാൻ എളുപ്പമാക്കി തന്നിരിക്കുന്നു. നിങ്ങൾ ഇതിനെക്കുറിച്ച് ഓർക്കാൻ, ദിക്റായി സ്വീകരിക്കാൻ നിങ്ങൾ സന്നദ്ധരാണോ? ഞാൻ എന്താണ് മറുപടി പറഞ്ഞത്? പ്രിയമുള്ളവരെ, ഹൽ മിൻ മുദ്ദക്കിർ എന്ന അല്ലാഹുവിന്റെ ചോദ്യത്തിന് ഞാനാകുന്ന പടച്ചതമ്പുരാന്റെ അടിയാർ, പടച്ചതമ്പുരാൻ എല്ലാ അനുഗ്രഹങ്ങളും ചെയ്തു തന്ന് അവന്റെ കാരുണ്യത്തിന്റെ നിദർശനമായ പരിശുദ്ധ ഖുർആൻ എന്റെ കൈകളിൽ തന്നുകൊണ്ട് അല്ലാഹു ചോദിക്കുന്ന ചോദ്യമാണ്, ഹൽ മിൻ മുദ്ദക്കിർ. ഈ ദിക്ർ ചെയ്യാൻ സന്നദ്ധരായവരുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, ഞാൻ എന്ത് മറുപടി പറഞ്ഞു? ഉണ്ട് റബ്ബേ എന്ന് ഞാൻ മറുപടി പറഞ്ഞോ? ഈ ഖുർആൻ വെച്ചുകൊണ്ട് അതിൽ നിന്ന് ദിക്ർ ഉൾക്കൊള്ളാൻ ഞാൻ തയ്യാറാണെന്ന് എപ്പോഴെങ്കിലും എനിക്ക് പറയാൻ സാധിച്ചിട്ടുണ്ടോ? അതായിരിക്കണം നമ്മുടെ സംഗമങ്ങളുടെ ഓർമ്മയുടെ വിഷയം എന്നുള്ളത്. ഈ ഖുർആൻ നമ്മളെപ്പോഴും പറയും, ഖുർആൻ ഹൃദയത്തിലേക്കാണ് അയച്ചത് എന്നാണ്. ഹൃദയത്തിലേക്ക് അവതീർണമായ ഗ്രന്ഥമാണിത്. അല്ലാഹു ചോദിക്കുന്നൊരു ചോദ്യം എന്നോടല്ലേ, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. നിങ്ങൾക്കത് ഹൽ മിൻ മുദ്ദക്കിർ എന്ന് ചോദിക്കുന്ന ഈ ദിക്ർ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എടുക്കാൻ നിങ്ങൾക്ക് എന്ത് തടസ്സം എന്നോട് അല്ലാഹു ചോദിക്കുകയാണ്. എന്ത് തടസ്സം? നിന്റെ ഹൃദയമങ്ങാനും ഈ ഖുർആൻ ചിന്തിക്കാതിരിക്കാൻ വേണ്ടി ആരെങ്കിലും വന്ന് അടച്ചു പൂട്ടിയിട്ടുണ്ടോ? താഴിട്ട് പൂട്ടിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇല്ല എങ്കിൽ എന്തേ നിനക്ക് തടസ്സമെന്നാണ്. പ്രവാചകരെ, ഈ വിശുദ്ധ ഗ്രന്ഥത്തെ താങ്കളുടെ ഹൃദയത്തിലേക്കാണ് നാം ഇറക്കിയത്. എന്തിനു വേണ്ടി? ആർക്കു വേണ്ടി? ലിമൻ കാന ലഹു ഖൽബൻ, ഹൃദയമുള്ളവർക്ക് വേണ്ടി. ഈ പരിശുദ്ധ ഖുർആൻ ഹിദായത്താകണമെങ്കിൽ, അത് വെളിച്ചമാകണമെങ്കിൽ, അത് ഗുണകരമാകണമെങ്കിൽ, പടച്ചതമ്പുരാന്റെ കാരുണ്യമാകണമെങ്കിൽ, ഈ പരിശുദ്ധ ഖുർആന്റെ അനുഗ്രഹങ്ങളേതും നിങ്ങൾ ഏറ്റെടുക്കണമെങ്കിൽ നിങ്ങൾ ഹൃദയം തുറന്നുകൊണ്ട് പരിശുദ്ധ ഖുർആനെ വായിക്കണം എന്നാണ്. ലിമൻ കാന ലഹു ഖൽബൻ, ഹൃദയമുള്ളവർക്കുള്ള ഗ്രന്ഥമാകുന്നു പരിശുദ്ധ ഖുർആൻ. ഫവൈലുൽ ലിൽ ഖാസിയത്തി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ്. അല്ലാഹുവിന്റെ ദിക്റിൽ നിന്ന് ഹൃദയം കടുത്തുപോയവരെ അവർക്ക് നാശം. എന്നെ കുറിച്ചാണോ എന്ന് ഞാനാണ് ആലോചിക്കേണ്ടത്. എന്റെ ഈ അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ മുമ്പിൽ എന്റെ ഹൃദയം ഒന്ന് തുറന്നു വയ്ക്കാൻ എനിക്ക് എന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും സാധിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുബാറകുൻ, നിങ്ങൾക്ക് ഭാവുകങ്ങൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയാൻ. ഇതിങ്ങനെ നോക്കണമെങ്കിൽ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിൽ ഉണ്ടാകേണ്ടുന്ന മാറ്റങ്ങളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിലൊന്ന് ഈമാൻ വർദ്ധിക്കുമെന്നാണ്. വൈദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. പടച്ചതമ്പുരാന്റെ ദൃഷ്ടാന്തങ്ങൾ ഓതിക്കേൽപ്പിക്കപ്പെടുമ്പോ അവനിൽ ഈമാൻ വർദ്ധിക്കും. പരിശുദ്ധ ഖുർആന്റെ 6000-ലധികം ആയത്തുകളിൽ എന്റെ ഈമാനിനെ വർദ്ധിപ്പിച്ചിട്ടുള്ള ആയത്തേതാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഈമാൻ വർദ്ധിക്കും. ഒരൽപ്പം കൂടി കിടന്നിട്ട് അല്ലാഹു പറയാൻ, അവർക്ക് രോമാഞ്ചമുണ്ടാകും. അല്ലദീ നസ്സല അഹ്സനൽ ഹദീസ്
കിതാബൻ മുതശാബിഹൻ മസാനി തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്. ഇത് അള്ളാഹു അവതരിപ്പിച്ച ഈ ഗ്രന്ഥമുണ്ടല്ലോ, പരസ്പര സദൃശ്യമായ ഈ ഗ്രന്ഥം, മഥാനി ആവർത്തിച്ചാവർത്തിച്ചു വരുന്ന ഗ്രന്ഥം. അതിൽ പടച്ച തമ്പുരാനെ ഭയപ്പെടുന്ന മനുഷ്യരത് പാരായണം ചെയ്യുമ്പോ അതിന്റെ ആയാത്തുകളിലേക്ക് അവന്റെ കണ്ണും ഹൃദയവും കടന്നു ചെല്ലുമ്പോ പടച്ച തമ്പുരാന്റെ ഈ വാക്കുകളെ കേട്ട് പടച്ച തമ്പുരാന്റെ വാഗ്ദാനങ്ങൾക്ക് കാതുകൊടുത്ത് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ മുന്നറിയിപ്പുകളിലേക്ക് ചിന്തകളെ നയിക്കുമ്പോ അവന്റെ രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കും, അവന്റെ തൊലി ഇങ്ങനെ കോരിത്തെരിക്കും. അങ്ങനെ അതിൽ നിന്നുണ്ടാകുന്ന ആ വികാര വായ്പകളിലൂടെ ആസ്വദിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്ത് ആ പാരായണത്തിന്റെ മഹിമയിൽ അവന്റെ ശരീരവും അവന്റെ തൊലിയും പടച്ച തമ്പുരാന്റെ ദിക്റിലേക്ക് ഇങ്ങനെ പഴിഞ്ഞു പോകുന്ന ഒരു ഖുർആൻ വായനയുടെ അനുഭൂതിയാണ് നിങ്ങൾക്കുണ്ടാകേണ്ടത്. ഹൽ മിൻ മുദ്ദക്കിർ, നിങ്ങളിൽ നിന്ന് അങ്ങനെ ദിക്ർ ഉൾക്കൊള്ളാൻ സന്നദ്ധതയുള്ളവർ ആരെങ്കിലും ഉണ്ടോ? ഈ ചോദ്യം നമ്മളോട് ചോദിക്കുമ്പോ നമുക്കറിയാം പരിശുദ്ധ ഖുർആനോട് എനിക്ക് വേണ്ട വിധം അല്ലാഹുവിന്റെ ഈ കാരുണ്യത്തെ ഉൾക്കൊള്ളാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്നാൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നമ്മൾ ഉദ്ധരിക്കാറുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ എപ്പോഴെങ്കിലും എന്റെ റബ്ബിനെ കേൾക്കണമെന്ന് ആഗ്രഹിച്ചാൽ, എന്റെ റബ്ബിനോട് എനിക്ക് എന്തെങ്കിലും പറയണമെന്ന് ആഗ്രഹിച്ചാൽ ഞാൻ നമസ്കാരത്തിലേക്ക് നിൽക്കും. അങ്ങനെ നമസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ ഞാൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ സുബ്ഹാന റബ്ബി റബ്ബന എന്നൊക്കെ പഠിച്ചിട്ട് എന്റെ റബ്ബിനോട് ഞാൻ ഇങ്ങനെ പറയാനുള്ളത് പറയും. ആ സുജൂദിൽ കിടന്നുകൊണ്ട് ഞാൻ എന്റെ റബ്ബിനോട് സ്വകാര്യ സംഭാഷണങ്ങൾ നടത്തും, മുനാജാത്ത് നടത്തും. ഇനി എപ്പോഴെങ്കിലും എനിക്ക് എന്റെ റബ്ബനോട് സംസാരിക്കണമെന്ന് പൂതി തോന്നിയാൽ, എന്റെ റബ്ബിനെ കേൾക്കണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നിയാൽ, ഇദാ അറത്തു അൻ യുകല്ലിമനി റബ്ബി, എന്റെ റബ്ബനോട് സംസാരിക്കണമെന്ന് തോന്നിയാൽ ഞാൻ പരിശുദ്ധ ഖുർആൻ എടുത്ത് കേൾക്കും, നിവർത്തും. പരിശുദ്ധ ഖുർആൻ എടുത്ത് നിവർത്തിയിട്ട് ഞാനത് പാരായണം ചെയ്യുമ്പോ എന്റെ തമ്പുരാൻ എന്നോട് സംസാരിക്കും. അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, അഫലാ തസ്മഊൻ, നീ കേൾക്കുന്നില്ലേ? അഫലാ തുബ്സിറൂൻ, നീ കാണുന്നില്ലേ? അഫലാ തഅഖിലൂൻ, മനുഷ്യ നീ ചിന്തിക്കുന്നില്ലേ? അങ്ങനെ ഓരോന്ന് പറയുമ്പോ ഞാൻ കാതുകൂൽപ്പിച്ച് കേൾക്കും. കേൾക്കാൻ പറയുന്നതിനെ കേൾക്കാൻ ഞാൻ പരിശ്രമിക്കും. ആലോചിക്കാൻ പറയുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ ഞാൻ പരിശ്രമിക്കും. അങ്ങനെയുള്ള ഒരു ഖുർആൻ പാരായണം എന്റെ റബ്ബനോട് സംസാരിക്കുന്ന രൂപത്തിൽ എന്റെ ഖുർആൻ, ഈ പരിശുദ്ധ ഖുർആൻ നിവർത്തി വെച്ചിട്ട് എനിക്ക് എപ്പോഴെങ്കിലും ഏതെങ്കിലും ആയത്തുകളെ പാരായണം ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? എന്റെ സഹോദരി സഹോദരന്മാരെ, നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നാം ഉയർത്തിപ്പിടിച്ചിട്ട് ഹാദാ കലാമു റബ്ബി, ഇതെന്റെ റബ്ബിന്റെ കലാമാണ്, ഇതെന്റെ റബ്ബിന്റെ സംസാരമാണ്, ഇതെന്റെ റബ്ബിന്റെ വാക്തത്വങ്ങളാണ്, ഇതെന്റെ റബ്ബിന്റെ സന്തോഷ വാർത്തകളാണ്, ഇതെന്റെ റബ്ബിന്റെ മുന്നറിയിപ്പുകളാണ്. അണ്ടകടാഹങ്ങളുടെ അധിപനായ തമ്പുരാൻ ഏറ്റവും നിസാരനായ, ഫഖീറായ, ദരിദ്രനായ, ദുർബലനായ എന്നെ വിളിച്ചുകൊണ്ട് നോക്കൂ, കാണൂ, ചിന്തിക്കൂ, ആലോചിക്കൂ എന്നൊക്കെ പറയുമ്പോ എപ്പോഴാണ് എനിക്ക് ആ പരിശുദ്ധ ഖുർആനിനെ എന്റെ റബ്ബിന്റെ ശബ്ദമായി, എന്റെ റബ്ബിന്റെ കലാമായി മനസ്സിലാക്കാൻ സാധിച്ചത് എന്നുള്ളതാണ്. നോമ്പെടുത്തുകൊണ്ട് പടച്ച തമ്പുരാന് ശുക്ർ ചെയ്തുകൊണ്ടിരിക്കുമ്പോ, അല്ലാഹുവേ നിനക്ക് സ്തുതി, ഈ ഗ്രന്ഥം എനിക്ക് നൽകിയതിന് നിനക്ക് നന്ദി, നീയാകുന്നു മഹാൻ, അല്ലാഹു അക്ബർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇതുപോലെ അല്ല പറഞ്ഞതുപോലെ ഖുർആൻ പാരായണം ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ എന്ന ഒരു ആലോചന കൂടി. അവലം യക്ഫിഹിം അന്നാ അൻസൽനാ അലൈക്കൽ കിതാബ യുത്ലാ അലൈക്കും, പോരെ അവർക്കിതുപോലെ ഞാൻ നിങ്ങൾക്ക് ഈ താങ്കൾക്ക് ഈ ഗ്രന്ഥം അവതരിപ്പിച്ചു തന്ന് അവർക്കിത് പാരായണം ചെയ്തു കൊടുക്കുന്നു എന്നത് മാത്രം പോരെ അവർക്ക് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുകയാണ്. അങ്ങനെ ഖുർആൻ നമുക്ക് കയ്യിലെടുത്തുകൂടെ? എന്നെ കുറിച്ച് എന്താണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് എന്നെനിക്ക് ഒന്ന് കേട്ടുകൂടെ? അങ്ങനെയാണ് അല്ലാഹു പറഞ്ഞത്. നീ ആരാകട്ടെ, ഉണ്ട് ഖുർആനിൽ. ഞാൻ എന്ന പുരുഷൻ പരിശുദ്ധ ഖുർആനിലുണ്ട്. ഞാനെന്ന പിതാവ് പരിശുദ്ധ ഖുർആൻ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഞാനെന്ന മാതാവ്, ഞാനെന്ന സഹോദരൻ, ഞാനെന്ന അയൽവാസി, ഞാനെന്ന ഒരു നല്ല പൗരൻ, ഒരു ബെസ്റ്റ് സിറ്റിസൺ എങ്ങനെയാകണം എന്ന് പരിശുദ്ധ ഖുർആൻ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സമ്പന്നനാണ് ഞാനെങ്കിൽ ഖുർആൻ എന്നോട് സംവദിക്കുന്നുണ്ട്. ദരിദ്രനാണ് ഞാനെങ്കിൽ പരിശുദ്ധ ഖുർആൻ എനിക്ക് എന്നെ ആശ്വസിപ്പിക്കുന്നുണ്ട്.
ആശ്വസിപ്പിക്കുന്നുണ്ട്. ഞാനൊരു കച്ചവടക്കാരനാണെങ്കിൽ അള്ളാഹു എന്നോട് സംസാരിക്കുന്നുണ്ട്. ഞാനൊരു അയൽവാസിയാണെങ്കിലും ഞാനൊരു പുതിയ ലോകം പ്രതീക്ഷിക്കുന്നവനാണെങ്കിലും പരിശുദ്ധ ഖുർആൻ എന്നോട് സംസാരിക്കുന്നുണ്ട് എന്നാണ്. അങ്ങനെയുള്ളൊരു സംസാരം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇന്ന അദാബ റബ്ബിക ലവാഖിഅ എന്ന ആയത്തോതി എന്നാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നാം വഅൻദർതുകും നാറൻ തലല്ലാ, ഒരൊറ്റുദാഹരണം ഞാൻ പറയണം. ഇങ്ങനെ ഖുർആൻ വഅൻദർതുകും നാറൻ തലല്ലാ, ഈ അണ്ടകടാഹങ്ങളുടെ അധിപനായ പടച്ചതമ്പുരാൻ എന്നോട് പറയാണ്, ഞാൻ നിന്നെ വാണിംഗ് ചെയ്തിട്ടുണ്ട്, ഞാൻ നിനക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്തിനെ കുറിച്ച്? നാറൻ തലല്ലാ, കത്തിച്ചലിക്കുന്ന നരകത്തെ കുറിച്ച്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നത് അവിടെ നിന്ന് വിറച്ച് ഈ പാരായണം തന്നെ അണ്ടകടാഹങ്ങളുടെ അധിപനായ റബ്ബനെ വാണിംഗ് ചെയ്തിട്ട് എനിക്ക് മുന്നറിയിപ്പ് നൽകിയിട്ട് അതിന് ഹൃദയം കൊണ്ട് ഏറ്റെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ എന്നാലോചിച്ച് ലോകശയ്യയിലേക്ക് വീണ സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമ്മൾ പറയുമ്പോ അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ രണ്ടാം അവകാശി എന്ന് നാം തിരിച്ചറിയുമ്പോ ഏത് മുന്നറിയിപ്പാണ് പടച്ചതമ്പുരാൻ പരിശുദ്ധ ഖുർആനിന്റെ പേജുകളിലകിലും ഇതിനെക്കുറിച്ച് ഇങ്ങനെ മുന്നറിയിപ്പ് നൽകിയിട്ട് ഏതെങ്കിലും ആയത്തുകൾ എപ്പോഴെങ്കിലും എന്റെ ഉറക്കം കെടുത്തുകയോ ഇത് അള്ളാഹുവിന്റെ മുന്നറിയിപ്പാണ് എന്ന് ഞാൻ വിചാരിക്കുകയോ ചെയ്തിട്ടുണ്ടോ? എങ്ങനെയാണ് പടച്ചതമ്പുരാൻ നിങ്ങളെ അവന്റെ ശിക്ഷയെ കുറിച്ച് പറഞ്ഞു തരുമ്പോ ഈ ശിക്ഷകൾ ഒരിക്കലും നിങ്ങൾക്ക് അരുതേ, നിങ്ങൾ ഇതിന് പാത്രീഭൂതരാകരുതേ എന്ന എന്നോടുള്ള സ്നേഹം കൊണ്ട് വളരെ ശക്തമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അതിന്റെ സിംബലിസിറ്റി ആണെങ്കിൽ ഒരു ബേക്കറിയുടെ ബർണർ പോലെ, ഒരു തൂണ് പോലെ, എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു വലിയ തൂണും അതിൽ അടിക്കത്തിച്ച തീ, ഒരൽപ്പം പോലും പുറത്തു പോകാത്ത ആ തീ, അതിന്റെ ഹൃദയങ്ങളെ കവർന്നെടുക്കുന്ന തീയാണ്. ഇതാണ് എന്നെ ധിക്കരിച്ചവർക്കുള്ളതെങ്കിൽ, ഇതാണ് എന്നെ അതിക്രമിച്ചവർക്കുള്ളതെങ്കിൽ പടച്ചതമ്പുരാനെ ഞാനതിലേക്കില്ല തന്നെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനന്നാർ എന്ന് പറയാൻ പരിശുദ്ധ ഖുർആനിലെ നരകത്തെക്കുറിച്ചുള്ള ഏതെങ്കിലും ഒരു മുന്നറിയിപ്പ് എന്നെ തട്ടി ഉണർത്തിയിട്ടുണ്ടോ എന്നാണ് ഖുർആൻ സമ്മേളനത്തിൽ താല്പര്യത്തോടെ പടച്ചതമ്പുരാന്റെ കലാമിനെ കേൾക്കാൻ ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളോടൊപ്പം ഞാനും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സ്വർഗത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ ഓരോ പേജുകളിലും എന്ന പോലെ പറഞ്ഞിട്ടുണ്ട്. എന്റെ ഉമ്മത്തെ, എന്റെ കാരുണ്യമായി നിങ്ങൾക്ക് ഞാൻ ഈ ഗ്രന്ഥം നൽകിയത് നിങ്ങൾ ഒരിക്കലും ധിക്കാരികൾക്ക് വേണ്ടി ഒരുക്കി വെച്ച, എന്നെ ധിക്കരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പണി കഴിപ്പിച്ച ശിക്ഷയിലേക്ക് നിങ്ങൾ ഒരിക്കലും വരരുതേ, നിങ്ങൾ അതിലേക്ക് പോകരുതേ എന്നുള്ള നിലയ്ക്ക് ഇതിന് മുന്നറിയിപ്പ് നൽകുമ്പോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ച സ്വർഗത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹു തന്നെ ഉദ്ധരിക്കാം. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആനിൽ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞ ആയത്തുകളുടെ കോർവകൾ ഉണ്ടാക്കാൻ വേണ്ടുന്നതാണ്. സ്വർഗത്തെക്കുറിച്ച് എന്താണ് ഖുർആൻ പറഞ്ഞത് അത് വിശദീകരിക്കാൻ ഇവിടെ സമയമില്ല. ഞാൻ നമുക്കൊക്കെ അറിയാവുന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി രണ്ടായത്തുകൾ മാത്രം. അലി ഇബ്നു അബീ താലിബ് പറയാൻ, നമ്മൾ നോമ്പനുഷ്ഠിക്കുന്നത് മുത്തഖികളാകാനാണ്. നീ മുത്തഖികളായാൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോ പടച്ചതമ്പുരാനെ തഖ്വ ചെയ്ത മനുഷ്യരെ സ്വർഗത്തിലേക്ക് ഒരു സുമറായി അള്ളാഹു ഒരു ഡെലിഗേഷനായി ആദരിച്ചുകൊണ്ട് ഇങ്ങനെ നയിച്ചു കൊണ്ടുവരും. സ്വർഗത്തിന്റെ വാതിലിന്റെ അടുത്തേക്ക് ഞാൻ എത്തേണ്ടുന്ന താമസം ആ സ്വർഗത്തിന്റെ കവാടങ്ങൾ ഓട്ടോമാറ്റിക്കായി എനിക്ക് മുമ്പിൽ തുറക്കപ്പെടും. അപ്പോൾ ഞാൻ ഒരു ശബ്ദം കേൾക്കും, സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് ശാന്തി, നിങ്ങൾക്ക് സുസ്വാഗതം, കടന്നു വരിക, നശ്വരമായി നിങ്ങളിൽ ചിരഞ്ജീവികളാവുക, നാശമില്ലാത്ത ഈ ലോകത്ത് പടച്ചതമ്പുരാന്റെ അനുഗ്രഹങ്ങളിലേക്ക് നിങ്ങൾ കടന്നു വരിക. പടച്ചതമ്പുരാന്റെ മുഖറബീങ്ങളായ മലായികത്തുകൾ എന്നെ സ്വാഗതം ചെയ്യുമ്പോ ആ സ്വാഗത ഗീതം കേട്ടുകൊണ്ട് സ്വർഗത്തിലേക്ക് ഞാൻ ഇങ്ങനെ കടന്നു വരുമ്പോ ആ സ്വർഗം എനിക്ക് മുഴുവൻ എപ്പോഴും എന്നുമെന്നുമുള്ളതാണെന്ന തിരിച്ചറിവോടുകൂടി സ്വർഗത്തിലേക്ക് ഞാൻ കടന്നു ചെല്ലുന്നു. അവിടെ ഒരുക്കിയിട്ടിരിക്കുന്ന ചാരുമഞ്ചങ്ങളിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു. ഞാൻ മാത്രമല്ല, എന്റെ ഇണതുണകളുണ്ട്, അൽഹഖ്നാ ബിഹിം ദുർരിയതഹും, എന്റെ മക്കളുണ്ട്,
മക്കളുണ്ട്, എന്റെ മാതാപിതാക്കളുണ്ട്, എല്ലാവരുമൊത്ത് സ്വർഗത്തിന്റെ ചാരുമഞ്ചങ്ങളിൽ ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് സ്വർഗീയ അന്തരീക്ഷങ്ങളിൽ ഇങ്ങനെ കഴിച്ചുകൂട്ടുമ്പോ എനിക്കെന്തൊക്കെയാണോ വേണ്ടത് അത് മുഴുവൻ എനിക്കുണ്ട്. എന്റെ കയ്യെത്തുന്ന ദൂരത്ത് എനിക്കിഷ്ടപ്പെട്ട വിഭവങ്ങളെ സജ്ജീകരിച്ചു വെച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോ ഞാൻ ഇങ്ങനെ പറയും, അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ. പടച്ചവനെ, നീ എന്റെ ഒരു ചെറിയ ജീവിതം കൊണ്ട് നിന്നെ ഓർത്തു, നിന്നെ കേട്ടു, നിന്നെ കുറിച്ച് ചിന്തിച്ചു, തിരിച്ചു വരേണ്ടവനാണെന്ന് എനിക്ക് ബോധ്യമുണ്ടായി. നീ ഒരുക്കി വെച്ച നരകത്തെ ഞാൻ ഭയപ്പെട്ടു, നീ സത്യവിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗത്തെ ഞാൻ കേണപേക്ഷിച്ചു. അസ്അലുകൽ ജന്ന, നിന്നോട് ധാരാളമായി ഞാൻ സ്വർഗത്തെ ചോദിച്ചു. ഇത് എനിക്ക് നൽകിയ തമ്പുരാനെ, നിനക്കല്ലയോ സർവസ്തുതിയും. വാഗ്ദത്തങ്ങളെ പൂർത്തീകരിക്കുന്ന തമ്പുരാനെ, നീ നൽകിയിരിക്കുന്ന വാഗ്ദത്തം എത്ര പുണ്യമുള്ളതാണ്, എത്ര സത്യസന്ധമാണ്. സാധിക്കുമോ? നമുക്ക് അങ്ങനെ സ്വപ്നം കാണാൻ സാധിച്ചിട്ടുണ്ടോ സ്വർഗത്തെ? ഞാൻ പറയുന്നത് ഖുർആൻ അതിനുള്ളതാണ്. ഖുർആൻ ഈ ഭയപ്പാടുകൾക്കപ്പുറത്ത് എന്റെ അടിയാറുകൾക്ക് വേണ്ടി നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാൻ പറ്റില്ല അല്ലേ? മിഅ്റാജിന്റെ രാത്രിയിൽ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഉമ്മത്തെ, ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു, എനിക്കെന്റെ കണ്ണിനേക്കാൾ വിശ്വാസമുള്ള കണ്ണാണ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്കെന്റെ നാവിനേക്കാൾ വിശ്വാസമുണ്ട് എന്റെ പുണ്യപ്രവാചകന്റെ വാക്കുകളെങ്കിൽ മിഅ്റാജിന്റെ രാത്രിക്കപ്പുറത്ത് വന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞു തന്നു, ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു, നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സൗന്ദര്യങ്ങൾ, നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സൗകര്യങ്ങൾ, നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന വിഭവങ്ങൾ, അതെനിക്ക് വിശദീകരിച്ചു തരണമെന്നുണ്ട്. പക്ഷേ ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു കാതും കേട്ടിട്ടില്ല, ഒരു മനുഷ്യ ഹൃദയം ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല. പ്രിയമുള്ളവരെ, ഒരിക്കലെങ്കിലും അല്ലാഹുവിന്റെ ഈ വാഗ്ദത്തം മത്സരിക്കുന്നവരുണ്ടോ, ആഗ്രഹിക്കുന്നവരുണ്ടോ, സ്വന്തമാക്കാൻ കൊതിക്കുന്നവരുണ്ടോ? ഈ സ്വർഗത്തെ സ്വന്തമാക്കുക നിങ്ങൾ, ഇതിനുവേണ്ടി നിലകൊള്ളുക എന്നാണ് പടച്ച തമ്പുരാൻ ആവർത്തിച്ച് പരിശുദ്ധ ഖുർആനിലൂടെ എന്നോട് ആവശ്യപ്പെട്ടിട്ടും എപ്പോഴെങ്കിലും സ്വർഗമെന്റെ കൊതിയായോ, സ്വർഗമെന്റെ പൂതിയായോ, സ്വർഗത്തിലേക്ക് എത്തിപ്പെടണമെന്ന് ഒരിക്കലെങ്കിലും എന്റെ ഹൃദയം എന്നോട് ആവശ്യപ്പെട്ടെങ്കിൽ എന്റെ ജീവിതം ഇങ്ങനെയാണോ? പരിശുദ്ധ റമദാനിൽ ഇതാ കവാടങ്ങൾ തുറന്നിട്ടിട്ട് വിളിക്കുന്നു, യാ ബാഗിയൽ ഖൈർ, വരൂ ഈ സ്വർഗത്തിലേക്ക്. റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ ചോദിക്കുന്നത്, ഈ ഖുർആൻ പാരായണം ചെയ്തിട്ട്, ഈ ഖുർആൻ ഹത്തം തീർത്തിട്ട് എപ്പോഴെങ്കിലും സ്വർഗമേ, എനിക്ക് ആ സ്വർഗത്തെ കുറിച്ചുള്ള വലിയ ചിന്തകൾ എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ എന്ന് ഞാനൊന്നുകൂടി ആലോചിക്കണം എന്നാണ് എനിക്ക് എന്റെ സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്. ഇന്ന ഹാദൽ ഖുർആന മഅ്ദബത്തുല്ലാഹ് ഫഖ്ബലൂ മഅ്ദബത്തല്ലാഹി മസ്തതഅതും. അല്ലാഹു പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുക, ഇന്ന ഹാദൽ ഖുർആന മഅ്ദബത്തുല്ലാഹ്. ഖുർആൻ എന്നുള്ളത് പടച്ചതമ്പുരാന്റെ മഅ്ദബത്താണ്. മഅ്ദബത്ത് എന്ന പദം വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പത്രങ്ങളിൽ ഇങ്ങനെ കാണാം, മഅ്ദബത്ത് ഇഷ. ഒരു ഹെഡ് ഓഫ് സ്റ്റേറ്റ്, ഇപ്പൊ ഇന്ത്യൻ പ്രസിഡന്റ് ഒമാൻ സന്ദർശിക്കുകയാണെങ്കിൽ ഒമാന്റെ അവിടെയുള്ള സുൽത്താൻ, ആ സുൽത്താൻ ഈ ഇന്ത്യൻ പ്രസിഡന്റിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് നടത്തുന്ന സെറിമോണിയൽ ഡിന്നർ, അതിനെയാണ് മഅ്ദബത്ത് എന്ന് പറയാം. അത് വെച്ചിട്ട് നമ്മളൊന്ന് ചോക്ക്, ഇന്ന ഹാദൽ ഖുർആന മഅ്ദബത്തുല്ലാഹ്. ഈ ഖുർആൻ എന്നുള്ളത് നിങ്ങളെ ബഹുമാനിച്ച്, നിങ്ങളെ ആദരിച്ച് പടച്ച തമ്പുരാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള വിരുന്നാണ്, അല്ലാഹുവിന്റെ വിരുന്നാണ് പരിശുദ്ധ ഖുർആൻ. ഫഖ്ബുലൂ മഅ്ദബത്തല്ലാഹി മസ്തതഅതും. ഈ അല്ലാഹുവിന്റെ വിരുന്നിനെ നിങ്ങൾ സ്വീകരിക്കണം. നിങ്ങൾക്ക് എത്രമാത്രം സ്വീകരിക്കാൻ സാധിക്കുമോ, എത്രമാത്രം നിങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്താൻ സാധിക്കുമോ, അത്രമാത്രം നിങ്ങൾ പരിശുദ്ധ ഖുർആനിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിനെ എന്തെന്നില്ലാതെ ആസ്വദിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. ഈ മഅ്ദബത്തിനെ മഅ്ദബത്തായി കാണാൻ, പടച്ച തമ്പുരാന്റെ വിരുന്നിനെ വിരുന്നായി സ്വീകരിക്കാൻ, ആതിഥേയൻ റബ്ബാണെന്ന തിരിച്ചറിവോടെ അതിഥിയായി മാറാൻ ഈ പരിശുദ്ധ ഖുർആൻ നിവർത്തി വെക്കുമ്പോ എനിക്കും നിങ്ങൾക്കും സാധിക്കണം എന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് സാധിച്ചാൽ അബൂ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു പറയാൻ, യഖൂലുല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു പറയുന്നു, മൻ ശഗലഹുൽ ഖുർആന വ ദിക്രി. ഖുർആൻ ആരെയെങ്കിലും ഇങ്ങനെ വ്യാപൃതനാക്കി, ഖുർആനും എന്റെ ദിക്റും ആരെയെങ്കിലും വ്യാപൃതനാക്കിയാൽ, അവൻ എന്നോട് ചോദിക്കാൻ പോലും മറന്നുപോയി. ഖുർആനായി ബന്ധപ്പെട്ട് ഖുർആനുമായി ജീവിച്ച് അവന്റെ ആവശ്യങ്ങൾ എന്നോട് ചോദിക്കാൻ അവൻ മറന്നുപോയാൽ, ചോദിക്കുന്നവർക്ക് ഞാൻ നൽകുന്നതിനേക്കാൾ കൂടുതൽ അവന് ഞാൻ നൽകും.
ഇന്ന ഹാദൽ ഖുർആന തർഹുഹു ബിയദില്ലാഹ്. ഈ ഖുർആൻ എന്നുള്ളത് ഒരു പാശമായി, ഒരു കയറായി നിങ്ങൾ സങ്കല്പിച്ചാൽ ആ കയറിന്റെ ഒരറ്റം പിടിച്ചിരിക്കുന്നത് അണ്ടകടാഹങ്ങളുടെ അധിപനായ രാജസയ്യിദായ എന്റെ തമ്പുരാനാണ്. എന്നിട്ട് അത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. അതിന്റെ മറ്റേ അറ്റം പിടിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഈ ചോദ്യമാണ് നമ്മൾ ചോദിക്കേണ്ടത്. മൻ ജഅലഹു അമാമഹു ഖാദഹു ഇലൽ ജന്ന. ജീവിതത്തിന്റെ പ്രിഫറൻസുകളിൽ, മുൻഗണനാക്രമങ്ങളിൽ പരിശുദ്ധ ഖുർആൻ ജീവിതത്തിന്റെ മുന്നിലാണ് സ്ഥാനം നൽകിയതെങ്കിൽ പരിശുദ്ധ ഖുർആൻ നിന്റെ കയ്യും പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് നിന്നെ കൊണ്ടുപോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ജീവിതത്തിന്റെ പ്രിഫറൻസുകളിൽ നിങ്ങൾ മുൻഗണന കൊടുക്കുക ഖുർആനിന്. ഇനി അല്ലെങ്കിലോ മൻ ജഅലഹു ഖൽഫ ദഹ്രിഹി. ജീവിതത്തിന്റെ എല്ലാം കഴിഞ്ഞ് ജീവിതത്തിന്റെ പിന്നിലാണ് നിങ്ങൾ ഖുർആനിന് സ്ഥാനം നൽകിയതെങ്കിൽ സാഖഹു ഇലന്നാർ. പരിശുദ്ധ ഖുർആൻ അതിന്റെ പുറങ്കാലുകൾ കൊണ്ട് നിങ്ങളെ നരകത്തിലേക്ക് തട്ടിയെറിയുമെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെയാണ് ഖുർആൻ ഞാൻ സ്ഥാനം കൊടുത്തത്? പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആനെ കേൾക്കാൻ, പരിശുദ്ധ ഖുർആന്റെ വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ, പരിശുദ്ധ ഖുർആൻ എന്തെന്നില്ലാതെ സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഖുർആൻ മുന്നിലാണോ? ജീവിതത്തിന്റെ പ്രിഫറൻസുകളിൽ എവിടെയാണ് നീ ഖുർആന് സ്ഥാനം വെച്ചത് എന്ന് ആലോചിക്കണം. ഖുർആൻ എങ്ങനെയാണ് ഞാൻ ബന്ധപ്പെടുത്തിയത്? ഇനി ഞാനൊരു ബിദ്അത്താണ് പറയാൻ പോകുന്നത്. പണ്ടൊക്കെ മയ്യത്ത് മറവ് ചെയ്തിട്ട് മല്ലാക്ക വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സ്ഥലം തൽഖീൻ ചെല്ലലുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇപ്പോഴും ഉണ്ട്. ഇവിടെ ഒന്നും ചിലപ്പോൾ പണ്ട് മുതൽ ഇല്ല എന്നാണ്. അങ്ങനെ ഇരുത്തിയിട്ട് ഇങ്ങനെ മയ്യത്ത് മൂടി മണ്ണിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ഇദാ ജാഅകൽ മലകാനിൽ മുഅക്കലാനിൽ ഹായിലാനി സായിലാനി മുൻകറും വനകീർ. എന്നോട് പറയാം, ഞങ്ങൾ പോവാണ്. ഇതാ നിന്നെ ഈ ഖബറിൽ വെച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ്. ഞങ്ങൾ പോയാൽ മുൻകർ നക്കീർ അലൈഹിസ്സലാം വരും, നിന്നെ വിളിച്ചുണർത്തും, നിന്നെ എഴുന്നേൽപ്പിച്ചിരുത്തും. എന്നിട്ട് നിന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കും. മൻ റബ്ബുക വമൻ നബിയുക വമാ ദീനുക വമാ ഖിബ്ലതുക വമൻ ഇഖ്വാനുക വമൻ അഖവാതുക. അങ്ങനെ കുറെ ചോദ്യം. എന്തായാലും പരിശുദ്ധ ഖബറിൽ ചോദിക്കുന്നുണ്ട്. ഈ ചെയ്യുന്ന കാര്യം ബിദ്അത്താണോ സുന്നത്താണോ? രണ്ട് വിഭാഗം രണ്ടും പറയും. ബിദ്അത്താണ് അത്. പക്ഷെ ഞാൻ ഇതിന്റെ ആ കാമ്പ് മാത്രം കേൾക്കാനായിട്ട് പറയാം. അങ്ങനെ ഒരു ചോദിക്കും. ഈ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണം. എന്ത് പറയണം? ഫഖുല്ലഹുമാ ബിലിസാനിൻ തർഖിൻ ബിലാ ഹസഇൻ വലാ ഫസഅ. ഫ്ലുവന്റായി, ഒരല്പം പോലും പേടിയില്ലാണ്ട്, ടെൻഷനില്ലാണ്ട് നീ പറയണം. അല്ലാഹു റബ്ബി വ മുഹമ്മദുൻ നബി വൽ ഇസ്ലാമു ദീനി വൽ കഅബത്തു ഖിബ്ലതി വസ്സലാത്തു ഫരീളതി വൽ മുഅ്മിനൂന ഇഖ്വാനി വൽ മുഅ്മിനാത്തു അഖവാതി. ഒരുപാട് ചോദ്യം, അതിനൊക്കെ ഉത്തരമുണ്ട്. പറഞ്ഞു കൊടുക്കണം. അള്ളയാണ് എന്റെ റബ്ബ്, മുഹമ്മദ് നബിയാണ് എന്റെ പ്രവാചകൻ, റസൂൽ. അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഒരു ചോദ്യമുണ്ട്. അത് പറയാനേ അപ്പത്തരം പറഞ്ഞു. അതിലൊരു ചോദ്യം, മൻ ഇമാമുക, നിന്റെ ഇമാമാരാണ്? മുൻകർ നക്കീർ അലൈഹിസ്സലാം നിന്നോട് ഇമാം ആരാണ് എന്ന് ചോദിക്കുമ്പോ നീ വളരെ ഫ്ലുവന്റായി പറയണം. വൽ ഖുർആനു ഇമാമി, എന്റെ ഇമാം ഖുർആനാണ്, എന്റെ ഇമാം ഖുർആനാണ്. പറയാൻ പറ്റുമോ? എന്റെ ഇമാം ഖുർആനാണ്. നമ്മൾ ഇമാമും ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോ ഈ ഇമാമ് സുജൂദിൽ കിടക്കുമ്പോൾ നമ്മൾ വീണ്ടും അവിടെ ഫാത്തിഹ ഓതി നിന്നാൽ ജമാഅത്ത് ക്യാൻസൽ ആയിന്നാണ്. ഇമാമാകണമെങ്കിൽ പരിശുദ്ധ ഖുർആൻ നയിക്കുന്നിടത്തേക്ക് എനിക്ക് പോകാൻ സാധിക്കണം. എന്റെ വ്യക്തി ജീവിതത്തിൽ ഞാനാകുന്ന വ്യക്തിയിൽ എന്റെ ഇമാം ഖുർആനാണോ? എന്റെ വീട്ടിലേക്ക് ഞാൻ കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ടവളുമായുള്ള എന്റെ സഹവാസത്തിൽ എനിക്ക് മാർഗദർശനം നൽകുന്നത് ഖുർആനാണോ? എന്റെ മക്കളെ വളർത്തുന്നതിൽ, എന്റെ മക്കൾക്ക് പകർന്നു കൊടുക്കുന്നതിൽ ഈ പരിശുദ്ധ ഖുർആൻ ഉണ്ടോ? എന്റെ കുടുംബ ജീവിതത്തിൽ, എന്റെ സാമൂഹ്യ ജീവിതത്തിൽ ഞാൻ ഇടപെടുന്ന സാമ്പത്തിക മേഖലകളിൽ പരിശുദ്ധ ഖുർആനുണ്ടോ? പരിശുദ്ധ ഖുർആൻ യുദ്ധം പ്രഖ്യാപിച്ച ഏതെങ്കിലുമൊക്കെ അനാവശ്യങ്ങൾ എന്റെ സാമ്പത്തിക ഇടപാടുകളിൽ കടന്നു വന്നിട്ടുണ്ടോ? എന്റെ വ്യക്തി ജീവിതത്തിൽ ഖുർആൻ ഇല്ലെങ്കിൽ, എന്റെ വീട്ടിൽ ഖുർആൻ ഇല്ലെങ്കിൽ, എന്റെ മക്കളിൽ ഖുർആൻ ഇല്ലെങ്കിൽ, എന്റെ സാമ്പത്തിക ജീവിതത്തിൽ ഖുർആൻ ഇല്ലെങ്കിൽ, എന്റെ സാമൂഹിക ചുറ്റുപാടുകളിൽ ഖുർആൻ ഇല്ലെങ്കിൽ, മരുഭൂമിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരൊട്ടകം ദാഹിച്ചു വലഞ്ഞു മരിച്ചു പോകുന്നത് നിങ്ങൾ സങ്കല്പിച്ചു നോക്കുക. അതിന്റെ മുതുകിലാകട്ടെ തലമുറകളുടെ ദാഹം മാറ്റാൻ പോകുന്ന വെള്ളം വഹിച്ചുകൊണ്ട് മരുഭൂമിയിൽ മരിച്ചു വീഴുന്ന കഴുതകളെ പോലെ, ഒട്ടകങ്ങളെ പോലെ ഈ ലോകത്തിന്റെ മുഴുവൻ മാർഗദർശനം ചെയ്യാൻ പോകുന്ന പരിശുദ്ധ ഖുർആനിന്റെ എന്റെ വീട്ടിന്റെ ഷെൽഫുകളിൽ കൂട്ടിവെച്ചിട്ട് അതെടുത്ത് ഞാൻ പാരായണം ചെയ്തിട്ട് വഴിയറിയാതെ
അറിയുന്നവനായി നീ മാറുന്നുണ്ടോ? ഉത്തർക്കർ ഹിറാസെ സുവേ ഖൗമ ആയ ഒരേക്ക് നുസ്ഖേ കിമിയാ സാത്തിലായ. ഹിറായിൽ നിന്ന് എന്റെ പ്രവാചകൻ ഇറങ്ങി വന്നപ്പോ ഒറ്റക്കിരുന്ന എന്റെ പുണ്യപ്രവാചകൻ ഹിറായിൽ നിന്ന് വഹിയുമായി ജനമധ്യത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് പിന്നീട് ഒരിക്കലും ഒറ്റക്കിരിക്കാൻ തിരിച്ചു പോകാത്ത എന്റെ റസൂൽ ഈ മനുഷ്യ മധ്യത്തിൽ അവർക്ക് വഴികാട്ടി അവരുടെ മനസ്സുകളെ തട്ടിയുണർത്തി അവരെ നേരായ മാർഗത്തിലേക്ക് വിളിച്ചുകൊണ്ടുവന്ന് അങ്ങനെ എന്റെ കൈകളിലേക്ക് കൈമാറിയ ഈ പരിശുദ്ധ ഖുർആനെ ഞാൻ ബഹുമാനിക്കുന്നു, ഈ പരിശുദ്ധ ഖുർആനെ ഞാൻ ആദരിക്കുന്നു. എന്നിട്ടും എന്റെ ജീവിതത്തിലെ ഇമാം ആക്കി പരിശുദ്ധ ഖുർആനെ സ്വീകരിക്കാൻ ഈ കാലഘട്ടങ്ങൾ കൊണ്ട് എനിക്ക് സാധിച്ചിട്ടുണ്ടോ? ആ ചോദ്യമാണ് നമ്മൾ വീണ്ടും വീണ്ടും നമ്മളോട് ചോദിക്കേണ്ടത്. എന്നാൽ ഇഹലോക ജീവിതത്തിൽ ഇമാമാണ്. എന്നിട്ട് ഞാൻ മരണപ്പെട്ടു പോകുമ്പോൾ നാളെ പരിശുദ്ധ ഖുർആൻ ഒരു മനുഷ്യരൂപത്തിൽ വരുന്നതിനെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പാരത്രിക ലോകത്തും നിനക്ക് അത് വലിയ കൂട്ടായിട്ട് മാറും എന്നാണ്. അന സാഹിബുക്കൽ ഖുർആൻ, ഞാൻ നിന്റെ കൂട്ടുകാരനായ ഖുർആനാണ്. അങ്ങനെ പ്രിയമുള്ളവരെ, ഹൃദയം തുറന്നു അള്ളാഹുവിന്റെ ഈ റഹ്മത്തിനെ, അള്ളാഹുവിന്റെ ഈ ബർക്കത്തിനെ, അള്ളാഹുവിന്റെ ഈ വലിയ ആതിഥ്യത്തെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നാളെ അള്ളാഹുവിന്റെ റസൂലിനോടൊപ്പം കഴിച്ചുകൂട്ടണമെന്നല്ല എപ്പോഴും നമ്മൾ കേൾക്കുന്ന കാര്യമാണ്, നമുക്ക് ഓർക്കാൻ വേണ്ടിയിട്ട്. എന്റെ സ്വപ്നം എന്താണ്? എന്റെ സ്വപ്നവും എന്റെ പ്രാർത്ഥനയും ഈ ലോകത്തെ യാത്രയ്ക്ക് ശേഷം അവിടെ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോ എന്റെ പുണ്യപ്രവാചകന്റെ ചാരത്ത് എനിക്ക് ഒരുമിച്ച് കൂടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂതിയതായിരുന്നു. ജീവിതത്തിന്റെ അവസാന ദിവസം ഒരിക്കലും വളരെ ആകെ കൂടി പ്രയാസപ്പെട്ട് കിടക്കുന്ന സന്ദർഭത്തിൽ 2-3 പ്രാവശ്യം ബോധം നശിച്ചിട്ടും 2 സഹാബികളുടെ തോളിലേറിയിട്ട് മസ്ജിദുൻ നബിയുടെ മെമ്പറിൽ ഇരിക്കുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ മുന്നിലിരുന്നിട്ട് അവിടെ ഇരിക്കുന്ന ആ സഹാബത്തിനെ നോക്കിയിട്ട് നമ്മളോടൊരു കാര്യം പറഞ്ഞതാണ് റസൂൽ. അത് മൗഇദുക്കും മഅി ലൈസ ദുനിയ, എന്റെ ഉമ്മത്തെ, എന്റെ സഹാബത്തെ, നമ്മൾ തമ്മിലുള്ള ഉടമ്പടി ദുനിയാവല്ല. ദുനിയാവിൽ നമുക്ക് ഒരുമിച്ച് ചേരുക സാധ്യമല്ല. മൗഇദുക്കും മഅി ഇൻദ ഹൗദി, ഞാനും നിങ്ങളും തമ്മിലുള്ള ഉടമ എന്റെ ഹൗദിന്റെ ഓരത്ത് വെച്ചാണ്. ഞാനിതാ ഈ സ്ഥാനത്ത് നിന്നുകൊണ്ട് എന്റെ ഹൗദ് കാണുന്നുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകനോടൊപ്പം ഹൗദുൽ കൗസറിന്റെ ഓരത്തൊന്ന് ഒരുമിച്ച് കൂടാൻ, ആ ഭൂമുഖത്തേക്കൊന്ന് നോക്കാൻ, ഒന്ന് സലാം പറയാൻ, ഒന്ന് ആലിംഗനം ചെയ്യാൻ എനിക്ക് വേണ്ടി ജീവിതം തൊഴിഞ്ഞു വെച്ച റസൂലേ, മരണസമയത്ത് പോലും എന്നെ കുറിച്ച് ഓർത്ത പുണ്യ റസൂലേ, ഇനി പരലോകത്ത് എഴുന്നേൽപ്പിക്കുമ്പോൾ വിചാരണയുടെ സന്ദർഭങ്ങളിലും ഉമ്മത്തി യാ ഉമ്മത്തി, ഈ ഉമ്മത്തിനെ കുറിച്ച് വേപത് പോകുന്ന പുണ്യ റസൂലേ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒത്തുചേരാൻ നമ്മളെപ്പോഴും പടച്ച തമ്പുരാനോട് തേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ വാങ്ങിയതിനു ശേഷവും നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ എനിക്കെതിരെ ചെയ്യുന്ന ഒരു ഹർജിയുണ്ട്, സങ്കട ഹർജിയുണ്ട്, ഒരു എതിർ പെറ്റീഷൻ ഉണ്ട്. ആ ഒരു പെറ്റീഷൻ ഖുർആനുമായി ബന്ധപ്പെട്ടത് മാത്രമാണ്. ഇൻ വഖാല റസൂൽ ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ, എന്റെ ഉമ്മത്ത്, എന്റെ ജനത അല്ലാഹുവേ ഈ ഖുർആൻ ഒരു വിലയും കൊടുത്തില്ല. അവർ അവരുടെ ജീവിതങ്ങളിൽ ഇതിനെ മാറ്റിവെച്ചു. പ്രിയമുള്ളവരെ, ഇന്ന് എന്റെ ജീവിതം വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ എങ്ങനെ പറയുമ്പോ അതിലെങ്ങാനും ഞാൻ പെട്ടുപോകുമോ എന്ന് നമ്മൾ ആലോചിക്കണം. ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. ശരിക്കും മുസ്ലിം ഉമ്മത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടോ? നമ്മൾ നോക്കിയാൽ അത്ഭുതപ്പെട്ടു പോകുന്ന രൂപത്തിൽ ഖുർആനെ സംരക്ഷിക്കുന്നവരാണ് ഈ ഉമ്മത്ത്. ഖുർആനിലെ ഓരോ അക്ഷരങ്ങളെ കുറിച്ചും പഠനം നടക്കുകയാണ്. ഒരു ഹെഡിങ് ഞാൻ കണ്ടത് അൽഫാഉ ഫിൽ ഖുർആൻ എന്നാണ്. ഖുർആനിൽ പറഞ്ഞ ഫാ എന്ന ഹർഫ്, അതിനെ കുറിച്ചുള്ള പഠനം, യൂണിവേഴ്സിറ്റിയിലെ ഗവേഷണങ്ങൾ. നമ്മൾ ഗൂഗിൾ എടുത്തിട്ട് വെറുതെ ഹോളി ഖുർആൻ എന്ന് നടിച്ചു കൊടുത്താൽ എണ്ണാൻ പറ്റാത്ത ധാരാളക്കണക്കിന് ഖുർആനിക വിജ്ഞാനങ്ങൾ നമുക്ക് നേരെ ഇങ്ങോട്ട് വരും. എത്ര തഫ്സീറുകൾ, എണ്ണിയാലൊടുങ്ങാത്ത തഫ്സീറുകൾ. അതുപോലെ തന്നെ ഓരോ വർഷവും നമ്മളിപ്പോ അമേരിക്കൻ പ്രബോധകൻ പറഞ്ഞ 200 മില്യൺ ഹാഫിളുകൾ ഇന്ന് ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്. ഓരോ ദിവസവും ഹിഫ്ളായിട്ട് ആളുകൾ ഇറങ്ങുന്നുണ്ട്. എന്റെ ലോകത്തിന്റെ 4/1 200 കോടിയോളം വരുന്ന മനുഷ്യർ ഇത് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ തങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ടും അല്ലാഹുവിന്റെ റസൂൽ പറയുമത്രേ, ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ, എന്റെ ഉമ്മത്ത് ഈ ഖുർആനിനെ അവർ അവരുടെ മറവിയുടെ പദങ്ങളിലേക്ക് തള്ളിവെച്ചു എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോൾ എനിക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമോ എന്ന ആലോചനയുണ്ടാകും. രക്ഷപ്പെടാൻ സാധിക്കണമെങ്കിൽ ഈ ഖുർആനിനെ നേരത്തെ പറഞ്ഞ പോലെ അനുഗ്രഹമായി ഏറ്റെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഏറ്റെടുത്ത് ജീവിതത്തിന്റെ മുന്നാമ്പുറങ്ങളിൽ ഇതിന് സ്ഥാനം നൽകി. ഞാൻ ഓതി വെച്ച ആയത്തുണ്ട്, ലഖദ് അൻസൽനാ ഇലൈക്കും കിതാബൻ ഫീഹി ദിക്റുക്കും അഫലാ തഅഖിലൂൻ.
അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞ ഒരുപാട് വിഷയവൈവിധ്യങ്ങളുണ്ട് ഖുർആൻ ഈസ് ദ മിറക്കിൾ ഓഫ് മിറക്കിൾസ് പറയാം നമുക്ക് ഉണ്ട്. പക്ഷേ ഖുർആൻ എന്താണ് പറഞ്ഞത്? മുശ്രിക്കുകൾ പറഞ്ഞത് ഖുർആൻ കവിത ഷിഅറാണ്, ഇത് മാരണമാണ്, ഇത് മുഹമ്മദിന്റെ വാക്കുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നൽകിയ മറുപടിയാണ് ലഖദ് അൻസൽനാ ഇലൈക്കും കിതാബൻ ഫീഹി ദിക്റുക്കും. ഈ ഗ്രന്ഥം ഞാൻ നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നു, അതിൽ വലിയ വലിയ അത്ഭുതങ്ങളുണ്ട്, അതിൽ ആകാശമുണ്ട്, ഭൂമിയുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, സൗരയൂഥമുണ്ട്, നിങ്ങൾക്ക് കാണുന്ന ലോകമുണ്ട്, കാണപ്പെടുന്നതിനപ്പുറത്തുള്ള ലോകമുണ്ട്, സമുദ്രത്തിന്റെ അഴികളുണ്ട്, അതൊക്കെ അതിലുണ്ട്. പക്ഷേ ഇതിൽ ഞാൻ വളരെ പ്രത്യേകമായി പറഞ്ഞിരിക്കുന്നത് ഫീഹി ദിക്റുക്കും, നിങ്ങളെ കുറിച്ചാണ്. ഈ ആയത്തുകൾ കേട്ടപ്പോ അഹ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു ഒരു സൈഡിൽ ഇരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത്രേ, അലയ്യ ബിൽ മുസ്ഹഫ്, എനിക്കൊരു മുസ്ഹഫ് താ, ലിഅൽതമിസ നഫ്സി, എന്നെ ഞാനൊന്ന് തിരയട്ടെ. എന്റെ വാക്കുകൾ അവസാനിപ്പിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, പരിശുദ്ധ ഖുർആൻ കയ്യിലെടുത്തിട്ട് അഹ്നഫ് ബിൻ ഖൈസിനെ പോലെ ഞാനെവിടെ ഖുർആനിൽ എന്ന് നിങ്ങൾക്കൊന്ന് പരിധി നോക്കാൻ സാധിക്കുമോ? എന്നതിൽ വിശദമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ സ്വന്തം തെരയൽ. ആ ഖുർആൻ ഒരു കൂട്ടരെ കുറിച്ച് പറഞ്ഞിങ്ങനെ കാണൂ, ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. പാതിരാവുകളിൽ അവർ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുന്നവരാണ്, അവർ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമസ്കരിക്കുന്നവരാണ്, അവരുടെ സമ്പത്തിൽ മറ്റുള്ളവരുടെ അവകാശങ്ങൾ അവർ ചെയ്തു വീട്ടുന്നവരാണ്. അഹ്നഫ് പറഞ്ഞു, ഞാൻ ഇതിൽ പൂർണ്ണനല്ല, ഞാൻ പാതിരാവുകളിലെ എന്റെ ഇസ്തിഗ്ഫാറുകളിൽ എനിക്കൊരു കുറവുണ്ട്, ഞാൻ ഇതിൽ പൂർണ്ണനല്ല തമ്പുരാനെ. الذين يجتنبون كبائر الإثم والفواحش وإذا ما غضبوا هم يغفرون. അവർ വലിയ വലിയ വൻപാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരാണ്, അതുപോലെ തന്നെ വൃത്തികേടുകളിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ്. അവർക്കെങ്ങാനും ദേഷ്യം വന്നാൽ, അവർക്കെങ്ങാനും കോപം വന്നാൽ അവർ വിട്ടുവീഴ്ച ചെയ്യുന്നവരാണ്. അഹ്നഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുമ്മ ലസ്തു അഅരിഫു നഫ്സി, അല്ലാഹുവേ എനിക്കറിയില്ലല്ലോ, ഈ കൂട്ടത്തിൽ ഞാനില്ലല്ലോ, പരിശുദ്ധ ഖുർആൻ വരച്ചു കാണിച്ചു തന്ന ഈ കൂട്ടത്തിൽ ഞാനില്ലല്ലോ. വീണ്ടും അദ്ദേഹം ഇങ്ങനെ പോയിട്ട് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു. നരകാവകാശികളുമായുള്ള സംവാദം. മാ സലഖകും ഫീ സഫർ, എന്തേ നിങ്ങൾ നരകത്തിലേക്ക് പ്രവേശിക്കാൻ കാരണം? അവർ പറഞ്ഞു, ഖാലു ലം നകു മിനൽ മുസല്ലീൻ വലം നകു തുഇമുൽ മിസ്കീൻ, ഞങ്ങൾ നമസ്കരിച്ചിരുന്നില്ല, പടപ്പുകളും അതുപോലെ തന്നെ പടച്ചവനുമായുള്ള ബന്ധങ്ങളിൽ ഞങ്ങൾ വീഴ്ച വരുത്തിയവരാണ്. അഹ്നഫ് ഉടനെ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അബ്രു ഇലൈക്, അല്ലാഹുവേ ഞാൻ നിന്നോട് അഭയം തേടുന്നു, ഈ കൂട്ടരിൽ എന്നെ നീ ഉൾപ്പെടുത്തല്ല തമ്പുരാനെ. വആഖറൂന അഅ്തറഫൂ ബിദുനൂബിഹിം ഖലതു അമലൻ സാലിഹൻ വആഖറ സയ്യിആ. മറ്റൊരായത്ത് വേറൊരു വിഭാഗം ആളുകളുണ്ട്, അഅ്തറഫൂ ബിദുനൂബിഹിം, തെറ്റ് ചെയ്തവരാണവർ, പക്ഷേ ആ തെറ്റുകൾ അവർ അംഗീകരിച്ചു. അവർ സൽക്കർമ്മങ്ങളോടൊപ്പം ദുഷ്കർമ്മങ്ങളും അവർ ചെയ്തിട്ടുണ്ട്, ഒരുപാട് തെറ്റുകളും അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ തെറ്റുകൾക്ക് ശേഷം അസല്ലാഹു അൻ യതൂബ അലൈഹിം, അവരുടെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിച്ചേക്കാം. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. അഹ്നഫ് ബിൻ ഖൈസ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞത്ര, അല്ലാഹ് അന മിൻ ഹൗലായി, ഞാൻ ഈ കൂട്ടരിൽപ്പെട്ടവനാണ്. നീ നൽകിയ ഈ ആയുസ് ഉപയോഗിച്ച് നിന്റെ അനുഗ്രഹങ്ങൾ എന്നിലേക്ക് പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുമ്പോ എത്രയെത്ര തെറ്റുകളാണ് റബ്ബേ, എത്രയെത്ര വീഴ്ചകളാണ് റബ്ബേ, എത്രയെത്ര പാപങ്ങളാണ് റബ്ബേ ഞാൻ നിന്നിലേക്ക് തിരിച്ചു തന്നത്. പക്ഷേ ഞാൻ തിരിച്ചറിയുന്നു എനിക്കൊരു റബ്ബുണ്ടെന്ന്, എനിക്കൊരു തമ്പുരാനുണ്ടെന്ന്. ഞാൻ നിന്നോട് പശ്ചാത്താപം നടത്തുന്നു റബ്ബേ, ഞാൻ ഇതിൽപ്പെട്ടവനാണ് എന്നാണ്. നമുക്കൊരുപാട് ഖുർആൻ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തുറന്നു വെക്കുമ്പോൾ നമ്മൾ തെരഞ്ഞു നോക്കാം. അങ്ങനെ തെരഞ്ഞു നോക്കാനും ജീവിതത്തിൽ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കയ്യിലെടുത്തുകൊണ്ട് താഹ എന്ന് പാരായണം ചെയ്തപ്പോ മുച്ചൂടും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പരിവർത്തിപ്പിച്ചതുപോലെ ജഅഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു നജ്ജാശിയുടെ കൊട്ടാരത്തിൽ കടന്നു ചെന്നിട്ട് കാഫയ ഐൻ സാദ് ദിക്റു റഹ്മതി റബ്ബിക അബ്ദഹു സക്കരിയ എന്ന് പാരായണം ചെയ്തപ്പോ തന്റെ സിംഹാസനത്തിൽ എഴുന്നേറ്റ് സുജൂദിൽ വീണതുപോലെ വലീദ് ഇബ്നു മുഗീറ പരിശുദ്ധ ഖുർആൻ കേട്ട് കിടുകിടാ വിറച്ചതുപോലെ ഇന്നാ സമിഅനാ ഖുർആനൻ അജബാ, ഞങ്ങൾ ഇത് അത്ഭുതകരമായ ഒരു ഖുർആൻ കേട്ടിരിക്കുന്നു എന്ന് ജിന്നുകൾ പറഞ്ഞതുപോലെ ഫുദൈൽ ഇബ്നു ഇയാദ് ഒരു പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് കേട്ട് പ്രഖ്യാപിച്ചതുപോലെ അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, വിശ്വാസികളെ നിങ്ങൾക്ക് സമയമായില്ലേ? ഹൽ മിൻ മുദ്ദക്കിർ എന്ന അല്ലാഹുവിന്റെ ചോദ്യത്തിന് ഉത്തരമായി വിശ്വാസികളെ നിങ്ങൾക്ക് സമയമായില്ലേ? നിങ്ങളുടെ ഹൃദയം അല്ലാഹു
അള്ളാഹുവിന്റെ ദിക്റിലേക്ക് കൊണ്ടെത്തിക്കാൻ എന്ന ചോദ്യത്തിന് ബലായ റബ്ബ് എന്ന് ഫുളൈൽ ഇബ്നു ഇയാദ് മറുപടി പറഞ്ഞതുപോലെ പ്രിയമുള്ളവരെ, ഹൃദയം കൊണ്ട് നമ്മൾക്ക് മറുപടി പറയാൻ സാധിക്കണം. സമയമായിരിക്കുന്നു, പരിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങാൻ സമയമായിരിക്കുന്നു. ഒരു കാലഘട്ടമുണ്ടായി ഞങ്ങൾക്ക്. ഈ ഖുർആൻ ഞങ്ങൾ ഇസ്സത്ത് നൽകി, ശാസ്ത്രത്തിന്റെ വിജ്ഞാനങ്ങളുടെ ഉത്തുംഗതയിലേക്ക് ഞങ്ങളുടെ കൈപിടിച്ചു കൊണ്ടുപോയി. അന്ന് യൂറോപ്പിരിട്ടിലായിരുന്നപ്പോ ലോകത്തിന് വെളിച്ചം നൽകുന്നത് ഞങ്ങളായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ എല്ലാ നിലക്കും നിന്ദ്യരായി, OBCയിൽ പെട്ടുപോയി, അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽ ഞങ്ങൾ പെട്ടുപോയി. ഒരൊറ്റ കാരണമേ ഉള്ളൂ, അത് താരിഖേ ഖുർആൻ ഹോക്കർ. യാ ഖാരിഅൽ ഖുർആനി ദാവി ഖുലൂബനാ ബിതിലാവത്തിൻ തസ്ദാനു ബിത്തജ്വീദി. അല്ലയോ ഖുർആൻ പാരായണം ചെയ്യുന്നവരെ, ശ്രവണമധുരമായി നിങ്ങളൊന്ന് ഖുർആൻ പാരായണം ചെയ്യുമോ? അതുകൊണ്ട് ഞാൻ എന്റെ ഹൃദയത്തെ ഒന്ന് കുളിര് നൽകട്ടെ. യാ ഖാരിഅൽ ഖുർആൻ ഇഖ്റഅ ഫഉമ്മതനാ തുറഖിഉ സൗബഹാ ബിൽവബിലി തഖ്ഫിദു റഅസഹാ ലിയഹൂദി. മുസ്ലിം ലോകം യഹൂദിയുടെ മുമ്പിൽ ഇതാ തലകുനിച്ചു നിന്നുകൊണ്ട് അവർ പഞ്ചപുച്ഛമടക്കി നിൽക്കുമ്പോ ഖുർആൻ പാരായണം ചെയ്യുന്നവരെ നിങ്ങൾ ഉറക്കയോതുക. ആ തല ഉയർത്തി ശിരസുയർത്തി നിർത്താൻ പരിശുദ്ധ ഖുർആന്റെ അനുയായികളെ പ്രാപ്തമാക്കുമാർ നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക. പലിശയുടെ നീരാളിപ്പിടുത്തത്തിൽ കിടന്നുകൊണ്ട് ഈ മനുഷ്യമക്കൾ ഇങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ ഖുർആൻ പാരായണം ചെയ്യുന്നവനെ നീ ഓതുക, നീ പാരായണം ചെയ്യുക. ഈ പരീക്ഷയുടെ ഇരുട്ടിൽ നിന്ന് മാനവലോകത്തെ മോചിപ്പിക്കാൻ പോകുന്ന ശക്തി നിന്റെ ഖുർആൻ പാരായണത്തിനുണ്ടാകട്ടെ. തിന്മയിൽ മൂടിക്കിടക്കുന്ന ലഹരിയുടെ പിടുത്തത്തിൽ പെട്ടുകൊണ്ട് ഈ തലമുറകൾ സ്വന്തം ഉമ്മാതാക്കൾക്കെതിരെ തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോ യാ ഖാരിഅൽ ഖുർആൻ, അല്ലയോ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവരെ, ഖുർആന്റെ ആയത്തുകളുടെ പ്രതിധ്വനികൾ തീർത്തുകൊണ്ട് ലഹരിയുടെ ലോകത്തുനിന്ന് വരും തലമുറയെ പ്രകാശത്തിന്റെ ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് നിങ്ങൾ കൈപിടിച്ചുയർത്താൻ നിങ്ങൾ സജ്ജരാവുക. ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്യുക, ലോകമറിയട്ടെ. ഈ ഖുർആൻ ഒരുക്കി വെച്ചിരിക്കുന്ന ഹിദായത്തിന്റെ മാർഗങ്ങളെ ലോകം കാണട്ടെ, ലോകത്തിന് വെളിച്ചമുണ്ടാകട്ടെ, ലോകത്തിന്റെ തണൽ വിരിയട്ടെ. ഖുർആൻ എന്നുള്ളത് അവിടെ മോചനത്തിന്റെ വെളിച്ചമാണെന്ന് അവർ തിരിച്ചറിയട്ടെ. അതുകൊണ്ട് നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക എന്ന വാക്യം ഏറ്റെടുത്തിട്ട് ഖുർആനിന്റെ അവകാശികളാകാൻ നമുക്ക് പരിശ്രമിക്കാം. കാരുണ്യക്കടലായ തമ്പുരാൻ അല്ലാഹുവേ, ഈ പരിശുദ്ധ ഖുർആനെ ഉൾക്കൊള്ളാൻ, അതിനെ പാരായണം ചെയ്യാൻ, നിനക്ക് ഇഷ്ടപ്രകാരം അതുമായി ബന്ധം സ്ഥാപിക്കാൻ ഈ പാവങ്ങളായ ഞങ്ങൾക്കെല്ലാവർക്കും നീ അനുഗ്രഹം നൽകണേ നാഥ. അല്ലാഹുവേ, ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ നീ ഞങ്ങൾക്ക് മാറ്റിത്തരികയും സന്തോഷകരമായ ഒരു ഐഹിക ജീവിതവും വിജയപ്രദമായ ഒരു പാരത്രിക ജീവിതവും നൽകി ഞങ്ങളെ നീ ധന്യരാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ചുറ്റുമുണ്ട് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ, ഇഷ്ടപ്പെട്ടവർ, ഈ സത്യമാർഗത്തിലൂടെ നടന്ന് ക്ഷീണിച്ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഉസ്താദുമാരുണ്ട്, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുണ്ട്, ഞങ്ങളുടെ നേതാക്കളുണ്ട്. അല്ലാഹുവേ, അവർക്കൊക്കെ നിശ്ചിഫയും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നിന്നിലേക്ക് യാത്രയായ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവർ, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഈ സത്യമാർഗത്തിൽ ഞങ്ങളുടെ സഹകാരികൾ, ഞങ്ങളുടെ സഹപ്രവർത്തകർ, ഞങ്ങളുടെ നേതാക്കൾ, അവർക്കൊക്കെ നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിന് അനന്തരം എടുക്കുന്ന മഹാവിജയികൾ ഉൾപ്പെടാൻ ഉള്ള സൗഭാഗ്യം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ നാഥ. ഇന്ന് ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ നിന്റെ അനുഗ്രഹീതമായ ജന്നാത്തുൽ ഫിർദൗസിന്റെ അവകാശികളാകാൻ ഞങ്ങളെ നീ തുണയ്ക്കണേ തമ്പുരാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. വസല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.